ഇത് ഷീന ബോറ കേസ് രണ്ടാം ഭാഗം. ഭാഗം 1 കാണാത്തവർ ആദ്യം അത് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗം 1ന്റെ ലിങ്ക് പിൻഡ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഡ്രൈവറുടെ കുറ്റസമ്മതത്തോടെ പോലീസ് ഇന്ദ്രാണി മുഖർജിയെയും സഞ്ജീവ് ഖന്നയെയും വെവ്വേറെ ചോദ്യം ചെയ്തു. അപ്പോൾ അവളുടെ സഹോദരി US-ലാണെന്ന് വീണ്ടും ഇന്ദ്രാണി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ പോലീസും ഓ അങ്ങനെയാണോ, അപ്പോ US-ലുണ്ടായിരുന്ന നിങ്ങളുടെ സഹോദരിയോട് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. അതിന് ഇന്ദ്രാണിയും ഷീന ബോറ US-ലേക്ക് പോയതിനു ശേഷം ഞങ്ങളുമായി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ തുടങ്ങി. അവൾ ചിലപ്പോൾ മാത്രം മെയിൽ ചെയ്യും, പക്ഷേ ഇപ്പോൾ മെയിൽ അയച്ചിട്ട് മാസങ്ങളായി എന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസും അടുത്തുണ്ടായിരുന്ന കോൺസ്റ്റബിളോട് നീ പോയി അതെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അയച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കോൺസ്റ്റബിൾ അകത്തേക്ക് വന്ന് ഒരു വസ്തു സീനിയർ പോലീസിന്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങിയ പോലീസ് ഓഫീസറും അത് ഇന്ദ്രാണിക്ക് കൊടുത്തു. ഇത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അവളും അത് വാങ്ങി തുറന്നു നോക്കി. അങ്ങനെ തുറന്നു നോക്കിയതും അവൾ മുഴുവനായും വിയർക്കാൻ തുടങ്ങി. ഇത്രയും സമയം അഹങ്കാരത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന അവൾക്ക് അവളുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ മാറാൻ തുടങ്ങി. അങ്ങനെ പോലീസ് എടുത്തുകൊണ്ടുവന്ന ഇന്ദ്രാണിയെ കാണിച്ച അവസ്ഥ മറ്റൊന്നുമല്ല, US-ലേക്ക് പോയി എന്ന് പറയുന്ന ഷീന ബോറയുടെ പാസ്പോർട്ടാണ്. അതെ, ഷീന ബോറയുടെ പാസ്പോർട്ട് ഇവിടെയുള്ളപ്പോൾ അവൾ എങ്ങനെ US-ലേക്ക് പോയി? ഇപ്പൊ പറയൂ മാഡം, ഷീന ബോറ US-ലാണോ ഉള്ളത് എന്ന് ചോദിച്ചു. എന്നാൽ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ വക്കീൽ വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് ഇന്ദ്രാണി പറഞ്ഞു. അതേസമയം മറുവശത്ത് സഞ്ജീവനോട് ഡ്രൈവർ പറഞ്ഞ മൊഴിയെല്ലാം ശരിയാണോ എന്ന് പോലീസ് ചോദിച്ചു. ഇങ്ങനെ സമയം കടന്നു പോകുന്തോറും സഞ്ജീവ് ഓരോ കാര്യങ്ങളായി പറയാൻ തുടങ്ങി. പീറ്ററുമായി സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിലുള്ള തന്റെ മാതാപിതാക്കൾക്ക് പണം അയച്ചു കൊടുത്ത് അവിടെയുള്ള തന്റെ മക്കളെയും അവൾ നോക്കി. 2006 വർഷം ഗുവാഹത്തിയിൽ സ്കൂൾ പൂർത്തിയാക്കിയ ഇന്ദ്രാണിയുടെ ആദ്യ മകൾ അവൾക്കൊരു കത്തെഴുതി. അതിൽ എഴുതിയിരുന്നത്, അമ്മേ, ഞാൻ മുംബൈയിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോടൊപ്പം താമസിച്ച് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രാണിക്ക് മകൾ മുംബൈയിലേക്ക് വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്ദ്രാണിക്ക് ഗുവാഹത്തിയിൽ 2 കുട്ടികളുണ്ടെന്ന കാര്യം പീറ്ററിന് അറിയില്ലായിരുന്നു. ഈ സമയത്താണ് ഇന്ദ്രാണി ഒരു കാര്യം ചെയ്തത്. ഇതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അങ്ങനെ ഇന്ദ്രാണി ചെയ്തത് ഒരു നിബന്ധനയോടെ മകളോട് മുംബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്താൽ മാത്രമേ ഇവിടെ വരാൻ കഴിയൂ എന്നും പറഞ്ഞു. ഇത് കേട്ട മകളും ദാരിദ്ര്യത്തിൽ കഴിയുന്നതിന് പകരം ഇത് ചെയ്യാം എന്ന് കരുതി ഇന്ദ്രാണിക്ക് വാക്കുകൊടുത്തു. ഇന്ദ്രാണി പറഞ്ഞ നിബന്ധന മറ്റൊന്നുമല്ല, നീ ഇവിടെ വന്നതിന് ശേഷം നീ എന്റെ മകളാണെന്ന് ആരോടും പറയരുത്, പകരം നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. ഇന്ദ്രാണിയുടെ സഹോദരിയാണെന്ന് പറയാൻ സമ്മതിച്ച അവളുടെ മകളും മുംബൈയിലേക്ക് വരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ആ പെൺകുട്ടി മറ്റാരുമല്ല, ഡ്രൈവർ മൊഴി കൊടുത്ത ഇന്ദ്രാണി ചുട്ടുകൊന്ന അതേ ഷീന ബോറ തന്നെയാണ്. മുംബൈയിലെത്തിയ ഷീന ബോറ മുംബൈയിൽ വന്ന് 6 വർഷത്തിനു ശേഷം, അതായത് 2012 മരിക്കുന്നത്. ഇത് നടന്ന് 3 വർഷം കഴിഞ്ഞ്, അതായത് 2015 ഡ്രൈവർ കുറ്റസമ്മതം നടത്തിയത്. സ്വന്തം മകളെ തന്നെ സഹോദരിയാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ഒരു ദയയും കൂടാതെ തന്നെ വിശ്വസിച്ചു വന്ന സ്വന്തം കുഞ്ഞിനെ തന്നെ ഇന്ദ്രാണി എന്തിനാണ് കൊന്നത്? ഇന്ദ്രാണിയുടെയും സഞ്ജീവിന്റെയും മാസ്റ്റർ പ്ലാൻ എന്തൊക്കെയായിരുന്നു? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഗുവാഹത്തിയിൽ നിന്ന് മുംബൈയിലെത്തിയ ഷീന ബോറയെ ഇന്ദ്രാണി അവളുടെ ഭർത്താവായ പീറ്ററിനോട് ഇതെന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇവൾ ഇവിടെ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്, നമ്മുടെ കൂടെ തന്നെ താമസിക്കട്ടെ എന്ന് ഒരു അനുവാദം ചോദിച്ചു. അതിന് പീറ്ററും അനുവാദം നൽകി. ഷീന ബോറയും കോളേജിൽ ചേർന്ന് നന്നായി പഠിക്കാൻ തുടങ്ങി. അവളുടെ ജീവിതവും നന്നായി പോകാൻ തുടങ്ങി. ഗുവാഹത്തിയിലുള്ള ഷീന ബോറയുടെ സഹോദരൻ മെഖേൽ ബോറയും പലപ്പോഴും മുംബൈയിൽ വന്നു പോയിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഇന്ദ്രാണിയാണ് തങ്ങളുടെ അമ്മയെന്ന് എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല.
ഇങ്ങനെ ഷീന ബോറയുടെ ജീവിതം സുഖമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ രാഹുൽ എന്നയാളെ പരിചയപ്പെടുന്നത്. ചെറുപ്പത്തിലെ സ്നേഹത്തിനായി കൊതിച്ച സ്നേഹ ബോറ രാഹുലുമായി സംസാരിച്ചപ്പോൾ തന്നെ അവനിൽ ഒരു പ്രണയം തോന്നുന്നു. രാഹുലും ഷീന ബോറയെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ഷീന കോളേജ് പൂർത്തിയാക്കി മുംബൈ മെട്രോയിൽ ജോലിയും ലഭിച്ചു. അപ്പോഴാണ് ഇന്ദ്രാണിയും പീറ്റർ ഇവർക്ക് ഷീന രാഹുലിനെ പ്രണയിക്കുന്നു എന്ന കാര്യം മനസ്സിലായത്. ഈ വാർത്ത കേട്ട് ആ വീട്ടിലെ എല്ലാവരും സന്തോഷിച്ചു, ഇന്ദ്രാണി ഒഴികെ. ഷീന പ്രണയിക്കുന്നത്, പ്രത്യേകിച്ച് രാഹുലിനെ പ്രണയിക്കുന്നത് ഇന്ദ്രാണിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഷീനയോട് പലതവണ രാഹുലുമായുള്ള ബന്ധം പിരിയാൻ ആവശ്യപ്പെട്ടു. ഇത് നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ശരിയാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. അതെന്താ അങ്ങനെ? രാഹുൽ പാവപ്പെട്ട കുടുംബത്തിലെ ആളാണോ? അതുകൊണ്ടാണോ വേണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല, രാഹുൽ വളരെ സമ്പന്ന കുടുംബത്തിലുള്ള കുട്ടിയായിരുന്നു. പിന്നെന്താണ് പ്രശ്നം? ഷീന ബോറയെ ഇത്രത്തോളം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹം ഇന്ദ്രാണിക്ക് അവളോടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്നേഹമോ കരുതലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ദ്രാണിക്ക് ഷീന പ്രണയിക്കുന്നതല്ല പ്രശ്നം, പകരം ഷീന രാഹുലിനെ പ്രണയിക്കുന്നതാണ് പ്രശ്നം. കാരണം ഷീന പ്രണയിക്കുന്ന രാഹുൽ മറ്റാരുമല്ല, ഷീനയുടെ സഹോദരനാണ്. അതെങ്ങനെ ശരിയാകും? ഷീനയ്ക്ക് ഒരു സഹോദരനുണ്ട്, അവന്റെ പേര് മിഖേൽ എന്നല്ലേ. അയാളും ആസാമിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് ചിന്തിച്ചാൽ ഷീന പ്രണയിക്കുന്നത് സ്റ്റാർ മീഡിയ ഓണറായ ഇന്ദ്രാണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായ പീറ്റർ മുഖർജിയുടെ ആദ്യ ഭാര്യയിൽ നിന്നുള്ള മകനായിരുന്നു. അവനാണ് രാഹുൽ മുഖർജി. അതിനാൽ ഈ രീതിയിൽ നോക്കിയാൽ രാഹുൽ ഷീന ബോറയ്ക്ക് ഒരു സഹോദരനെ പോലെയാണ്. ശരി, ഈ അമ്മ മകൾ എന്ന ബന്ധം ഇവിടെ ആർക്കും അറിയാത്തത് കൊണ്ട് ഇത് പ്രശ്നം അല്ല എന്ന് തന്നെ വയ്ക്കാം. ഇനി എല്ലാവരെയും വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്ന തരത്തിൽ നോക്കിയാൽ ഷീന ബോറ ഇന്ദ്രാണിയുടെ സഹോദരിയാണ്. അപ്പോ ഷീന രാഹുലിന് ഒരു അമ്മായിയമ്മ എന്നൊരു ബന്ധത്തിലായിരിക്കും വരിക. പക്ഷെ ഇതൊന്നും ആരും വലിയ കാര്യമാക്കിയില്ല, ഇന്ദ്രാണി ഒഴികെ. ഷീനയ്ക്ക് രാഹുലിനെ ഒരുപാട് ഇഷ്ടമായതിനാൽ ഇവർ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഇന്ദ്രാണിക്ക് ഷീനയോട് ദേഷ്യം വരാൻ തുടങ്ങിയത്. നിനക്ക് നിന്റെ സഹോദരനെ പോലെയാണ് അവൻ എന്നറിഞ്ഞിട്ടും എന്റെ പേര് നശിപ്പിക്കാനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അവളോട് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇപ്പോ ഷീനയ്ക്കും ഇന്ദ്രാണിക്കും ഇടയിൽ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നത് ആ വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല. ഇന്ദ്രാണി ഷീനയെ പല തവണ ആസാമിലേക്ക് തിരികെ അയക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അവൾ രാഹുലിനൊപ്പം സമാധാനമായി ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. ഒപ്പം രാഹുലിന്റെയും ഷീനയുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇതുമൂലം ഇന്ദ്രാണി കൂടുതൽ ദേഷ്യപ്പെടുകയും ഷീനയെ വീണ്ടും താക്കീത് ചെയ്യാനും തുടങ്ങി. അതിന് ഷീന ബോറ 2012 മാർച്ച് 9 ഇന്ദ്രാണിക്ക് ഒരു മെയിൽ അയച്ചു. ആ മെയിലിൽ അവൾ പറഞ്ഞത്, രാഹുലിനൊപ്പം ഞാൻ വളരെ സന്തോഷവതിയാണ്. ഏതൊരമ്മയും തങ്ങളുടെ മക്കൾ സന്തോഷമായി ജീവിക്കുന്നതാണ് പ്രധാനം. ഞാൻ സന്തോഷവതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയതെല്ലാം നിങ്ങൾ ചെയ്തു. ആ സമയത്ത് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അതിനാൽ ഞാനും അതർഹിക്കുന്നു. ഇങ്ങനെ അവൾ എഴുതിയിരുന്നു. ഇവിടെ മുതലാണ് ഇന്ദ്രാണി ഷീനയെ കൊല്ലണം എന്ന് ചിന്തിക്കുന്നത്. അതിനുശേഷം അവൾ കൊൽക്കത്തയിലുള്ള മുൻ ഭർത്താവ് സഞ്ജീവിനെയും ഡ്രൈവറെയും വിളിച്ച് രാഹുലിന്റെയും ഷീനയുടെയും പ്രണയത്തെക്കുറിച്ച് പറയുന്നു. അവൾ എന്റെ മകളാണെന്നുള്ളത് അറിഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് തന്നെ തകരും. അതിനാൽ അവളെ കൊല്ലാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നവരോട് ആവശ്യപ്പെട്ടു. ഡ്രൈവർക്ക് ഇന്ദ്രാണി പണം കൊടുത്തതിനാൽ ഡ്രൈവർ അവളെ സഹായിച്ചു. ഓക്കെ, എന്നാൽ എന്തിനാണ് ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവായ സഞ്ജീവ് അവരെ സഹായിച്ചതെന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. രാഹുൽ, ഷീന ബോറ ഇവർ വിവാഹിതരായാൽ ഈ പീറ്ററിന്റെ സ്വത്തിന്റെ 1/4 ഭാഗം അവർക്ക് പോകും. ആ സമയത്ത് ഇന്ദ്രാണിക്ക് മുൻ ഭർത്താവായി സഞ്ജീവനും ജനിച്ച വിധി എന്ന മകൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ് സഞ്ജീവനെ ഇന്ദ്രാണി കൺവിൻസ് ചെയ്തു. അങ്ങനെ പീറ്ററിന്റെ സ്വത്ത് മുഴുവനും മകൾ നിധിയിലേക്ക് വരണം എന്നതിനു വേണ്ടിയാണ് സഞ്ജീവ് ഈ സംഭവത്തിൽ ഇടപെട്ടത്. ഇതിനുശേഷം ഭാഗം 1 പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഷീന ബോറയെ കൊല്ലുകയും എല്ലാം അവസാനിച്ചു എന്ന് കരുതി ആശ്വസിച്ചിരുന്ന സമയത്താണ് അവളുടെ കഴുത്തിൽ കുരുക്കിട്ടതുപോലെ ഷീനയുടെ കാമുകൻ രാഹുൽ അവൾ എവിടെയാണെന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഷീന അവസാനമായി, ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ അയച്ചത്, അവളെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ തുടങ്ങി. രാഹുൽ തീർച്ചയായും ഷീനയെ തിരയും എന്ന് നേരത്തെ മനസ്സിലാക്കിയ ഇന്ദ്രാണി ഷീനയുടെ മെയിലിൽ നിന്നും രാഹുൽ ഒരു മെസ്സേജ് അയച്ചു. അതിൽ പറഞ്ഞത്, എനിക്ക് ബന്ധം വേണ്ട, ഞാൻ US പോകുന്നു, അതിനാൽ നീ എന്നെ തിരയരുത് എന്നെഴുതിയിരുന്നു. പക്ഷെ ഷീന ബോറയുടെ പാസ്പോർട്ട് അപ്പോഴും രാഹുലിന്റെ പക്കൽ ഉണ്ടായിരുന്നു. കൂടാതെ പിന്നീട് ആ പാസ്പോർട്ട് പോലീസിന് കൈമാറിയതും അവൻ തന്നെയാണ്. അതിനാൽ അവർക്ക് 2012 ലഭിച്ച സ്വീറ്റ് കേസ്, ഡ്രൈവറുടെ മൊഴി, ഷീനയുടെ പാസ്പോർട്ട് ഇതെല്ലാം ഒരു തെളിവായി സ്വീകരിച്ച് ഡ്രൈവർ, സഞ്ജീവ്, ഇന്ദ്രാണി എന്നിവരെ കോടതിയിൽ സമർപ്പിച്ചു. ഈ കേസ് അന്വേഷിച്ച ജഡ്ജ് 2015 നവംബർ മാസം 15 ഈ 3 പേർക്കും തടവ് ശിക്ഷ വിധിച്ചു.
7 വർഷം ജയിലിൽ കിടന്ന ഇന്ദ്രാണി 2022 ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഒപ്പം അവളുടെ ഡ്രൈവറും സഞ്ജീവും ജാമ്യത്തിൽ പുറത്തിറങ്ങി. എന്നാൽ ഈ കേസിൽ എന്തിനു വേണ്ടി ഇന്ദ്രാണി ഷീനയെ കൊന്നു എന്നതിന്റെ കാരണം പറയുന്നത് ഷീന രാഹുലിനെ പ്രണയിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു സംശയം തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഷീന ബോറ ഇന്ദ്രാണിയോട് നിങ്ങളാണ് എന്റെ മകളെന്ന് ആരോടും പറയില്ല എന്ന് അവൾ വാക്കുകൊടുത്തിരുന്നു. സത്യത്തിൽ അവൾ ഇന്ദ്രാണിയുടെ മകളാണെന്ന് പറഞ്ഞാൽ മതി, ഈ രാഹുൽ അവളെ വിട്ടുപോകാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ സ്വന്തം മകളെ കൊന്നത് എന്ന് എനിക്ക് തോന്നിയ അതേ സംശയം തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും. ശരി, അപ്പോൾ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ, പത്രപ്രവർത്തകർ, പൊതുജനങ്ങൾ ഇവർ സ്വന്തമായി പല തിയറികൾ പറയാൻ തുടങ്ങി. അതിൽ ചില തിയറികൾ വെറും തിയറിയായി അവസാനിക്കാതെ തെളിവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പത്രപ്രവർത്തകർ നൽകിയ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ 2 തിയറി ഇപ്പോൾ അറിയാം. ഒന്നാമത്തെ തിയറി, ഇന്ദ്രാണിയെ ഗുവാഹത്തിയിൽ വളർത്തിയതും ഷീന ബോറയെയും മിഖാലിനെയും പരിപാലിച്ചതും ഇന്ദ്രാണിയുടെ സ്വന്തം മാതാപിതാക്കളെ അല്ല, അവർ ഇന്ദ്രാണിയെ ദത്തെടുത്ത് വളർത്തിയവരാണെന്ന് ഈ തിയറിയിലൂടെ പറയുന്നു. കൂടാതെ ഇന്ദ്രാണി അവളുടെ കുട്ടിക്കാലം മുതലേ പിതാവിൽ നിന്നും ഒരുപാട് ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങളോളം ഈ കേസിന്റെ ഗവേഷണം നടത്തിയ പത്രപ്രവർത്തകനായ ചന്ദൻ നന്ദി നൽകിയ വിശദാംശങ്ങളാണ് ഈ കേസിന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിയത്. അങ്ങനെ അയാൾ പറഞ്ഞത് ഇന്ദ്രാണിയെ അവളുടെ പിതാവ് ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. അതിൽ ജനിച്ച മകളാണ് ഷീന ബോറ എന്നും പറയുന്നു. ഇത് ഇന്ദ്രാണി പോലും ഒരു വാർത്താ ചാനലിൽ സ്വയം പറഞ്ഞിരുന്നു. ഇക്കാരണത്താൽ ഇന്ദ്രാണിക്ക് ഷീനയോട് ഒരു സ്നേഹവുമില്ലായിരുന്നു. ഷീന സ്കൂൾ പൂർത്തിയാക്കിയ ശേഷം മുംബൈയിലേക്ക് പോകുന്നു. അവിടെ ഷീന ആര് കാരണമാണ് ജനിച്ചത് എന്ന് പറയാൻ ഒരു നാണക്കേട് തോന്നിയതിനാലാണ് ഷീനയെ തന്റെ സഹോദരിയാണെന്ന് ഇന്ദ്രാണി പറഞ്ഞതായി അദ്ദേഹം പറയുന്നു. ഇതിന് ശേഷമാണ് ഈ കേസിൽ മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. ഷീന ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം അവൾ പലപ്പോഴും തായ്ലാന്റിലേക്ക് പോയി വരുമായിരുന്നു. അവൾ തായ്ലാന്റിൽ പോയ എല്ലാ തീയതികളിലും അതേ കുടുംബത്തിലെ മറ്റൊരാളും തായ്ലാന്റിൽ പോയി വരുന്നുണ്ടായിരുന്നു. അത് രാഹുൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, അത് പീറ്റർ മുഖർജിയാണ്. സോഷ്യൽ മീഡിയയിലെ ധാരാളം ആളുകൾ ഇത് യാദൃശ്ചികമായിരിക്കാം എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഈ കേസ് പൂർണ്ണമായും പഠിച്ച ചന്ദൻ പറയുന്നത് ഷീന പീറ്റർ കാരണം ഗർഭിണിയായിരുന്നിരിക്കാം. ഇത് അറിഞ്ഞ ഇന്ദ്രാണി ആ ദേഷ്യത്തിൽ ഷീനയെ കൊന്നിരിക്കാം എന്നും പറയുന്നു. കൂടാതെ ഇതൊരു തിയറി മാത്രമാക്കി ഒതുക്കിയില്ല, അയാൾ ഇങ്ങനെ പറയാനും ചില കാരണങ്ങളുണ്ടായിരുന്നു. ഷീന ബോറയ്ക്ക് പോലീസ് 2012 അവസാന ചടങ്ങുകളെല്ലാം ചെയ്തതിനു ശേഷം 2015 അവളുടെ ശരീരം വീണ്ടും കുഴിച്ചെടുത്തു. ആ ശരീരം വീണ്ടും പരിശോധിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് അവളുടെ ശരീരം കത്തിക്കുന്നതിന് മുൻപ് അവളുടെ മുഖവും വയറും അവളുടെ പ്രൈവറ്റ് ഭാഗവും ക്രൂരമായി തകർന്ന അവസ്ഥയിലായിരുന്നു. കൂടാതെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവൾ ഗർഭിണിയായിരുന്നുവെന്നും പറഞ്ഞു. അവളുടെ വയറ്റിൽ ആരോ അന്ധമായി ആക്രമിച്ചതായും പറഞ്ഞു. ഷീന ബോറയെ കാണാതായതിനു ശേഷം പീറ്ററും നിശബ്ദനായി. പ്രത്യേകിച്ച് ഇന്ദ്രാണി, പീറ്റർ ഇവർ വിവാഹമോചനം നേടുകയും ചെയ്തു. രണ്ടാമത്തെ തിയറി, മറുവശത്ത് ആളുകൾ പറയുന്നത് ഷീന ഗർഭിണിയാകാൻ സാധ്യതയില്ല. അവളുടെ മുഖവും പ്രൈവറ്റ് പാർട്ടും കേടായതിനു കാരണം അവളെ ആരും കണ്ടുപിടിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി അവളെ കൊന്നവർ അങ്ങനെ ചെയ്തതായിരിക്കാം. കൂടാതെ ഈ തിയറിയിലൂടെ ഷീന ബോറയെ എന്തിനു കൊന്നിരിക്കാം എന്നുള്ളതിന് ഒരു കാരണവും പറയുന്നു. ഷീനയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ പീറ്ററും ഇന്ദ്രാണിയും ചേർന്ന് സിംഗപ്പൂരിൽ ഷീനയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അതിൽ ധാരാളം പണം നിക്ഷേപിച്ചു. നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇതവർ ചെയ്തത്. ഇപ്പോൾ ഷീന വളർന്നതിനു ശേഷം പണം തരില്ല എന്ന് ഇന്ദ്രാണിയോട് പറഞ്ഞിരിക്കാം. ഇന്ദ്രാണിയെ പല രീതിയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കാം. അതുകൊണ്ടാണ് ഷീന ബോറ ഇന്ദ്രാണി കൊന്നത് എന്ന് ഈ തിയറി പറയുന്നു. എന്നാൽ തെളിവില്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് വെറും തിയറി മാത്രമാണ്. അതുപോലെയാണ് പത്രപ്രവർത്തകരും ഈ തിയറീസ് എല്ലാം പറഞ്ഞത്. ഇത് ശരിയാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത മറ്റെന്തെങ്കിലും കാരണം ഇതിലുണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കും? അതും ഇത്ര ക്രൂരമായി കൊല്ലാൻ സാധിക്കും? പണം, അധികാരം, അഭിമാനം ഇവയ്ക്ക് മാത്രം മുൻഗണന നൽകി ഒരമ്മയ്ക്ക് ജീവിക്കാൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ദ്രാണി മുഖർജി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിലും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.